ഓം ഗുരുഭ്യോ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 71. കേശീവധവും വ്യോമാസുരവധവും. യജ്ഞേഷു സർവേഷ്വഭിനാവകേശീ കേശീ സഭോജേശി ദുരിഷ്ടബന്ധു ത്വം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപ. എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളും ഫലവത്താക്കി തീർക്കുന്ന ഭോജരാജാവായ കംസന്റെ പ്രിയബന്ധുവായ കേശി സിന്ധുജ ലക്ഷ്മീദേവി പ്രാപിക്കുന്ന അങ്ങയെ പ്രാപിക്കാൻ എളുപ്പമെന്ന് തോന്നിയ സിന്ധു ജലത്തിലെ കുതിരയുടെ വേഷത്തിൽ അങ്ങയെ എതിരിട്ടു. ഗന്ധർവതാമേക്ഷഗതോ വിരൂക്ഷൈ നാദൈ സമുദ്ദീജിത സർവലോക ഭവദ്വിലോകാവതി ഗോപവാടീം പ്രമർത്യ പാപ പുനരാപതൽ ത്വാം. കുതിരയുടെ രൂപം ധരിച്ചു വന്ന പാപിയായ ആ കേശി കഠിന ശബ്ദത്താൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയും അങ്ങയെ കണ്ടെത്തുന്നതുവരെ ഗോപജനങ്ങളെയെല്ലാം ഉപദ്രവിക്കുകയും ചെയ്തിട്ട് അങ്ങയുടെ നേരെ എതിർത്തണഞ്ഞു. താക്ഷ്യാർപ്പിതാംഗ്രസ്തവ താക്ഷ്യയേഷ ചിക്ഷേപവക്ഷോ ഭുവി നാമപാദം ഭൃഗോപദാഘാതകഥാം നിശമ്യ സേനാഭിശഖ്യന്തദീപമോഹാത്. അങ്ങ് ഭൃഗുമഹർഷിയിൽ നിന്ന് പാദപ്രഹരമേറ്റ കഥ കേട്ടവനായ ഈ കുതിര തനിക്കും അത് സാധിക്കുമെന്ന് അഹങ്കരിച്ചിട്ടെന്ന പോലെ വാഹനമായ ഗരുഡനിൽ കാലുകൾ അർപ്പിക്കുന്ന അങ്ങയുടെ മാറിൽ പാദമർപ്പിച്ചു. പ്രവഞ്ചനസ്യ ഘുരാചലം ദ്രാഗ് അമും ചിക്ഷേപിതദൂരദൂരം സമ്മൂർച്ഛിതോപി ഹൃദി മൂർച്ഛിതേന ക്രോധോഷ്മണാഘാതിതുമാതൃതസ്താം. നെഞ്ചിൽ ചവിട്ടാൻ കേശി ഉയർത്തിയ കുളമ്പിനെ തട്ടി നീക്കിക്കൊണ്ട് അങ്ങ് വേഗത്തിൽ അവനെ കാലിൽ പിടിച്ചു വലിച്ചെറിഞ്ഞു. ബോധരഹിതനായെങ്കിലും അവൻ അതിക്രുദ്ധനായി അങ്ങയെ വിഴുങ്ങാൻ ഓടിയണഞ്ഞു. ത്വം വാഹദണ്ഡേ കൃതദീശ്ച വാഹാദണ്ഡം ന്യദാസ്തസ്യ മുഖേ തദാനീം തദ്വൃത്തിരുദ്ധശ്വസനോ ഗദാസു സപ്തീഭവന്നപ്യയമൈക്യമാകാൽ. കുതിരയുടെ രൂപം ധരിച്ച കേശിയെ നിഗ്രഹിക്കാനുറച്ച് അങ്ങ് അവൻ്റെ വക്ത്രത്തിൽ തൻ്റെ കനത്ത കൈ കടത്തി ആ കരുത്തുള്ള കൈയാൽ ശ്വാസോച്ഛ്വാസം തടയപ്പെട്ടവനും കുതിരയായി രൂപമെടുത്തവനുമായ കേശി ജീവൻ വെടിഞ്ഞു അങ്ങയിൽ ലയിച്ചു. ആലംബമാത്രേണ പശുസുരാണാം പ്രാസാദകേ നൂതനൈവാശ്വമേധേ കൃതേ ത്വയാ ഹർഷവശാൽ സുരേന്ദ്ര ത്വാം തുഷ്ടുവു കേശവനാമധേയം. യജ്ഞപശുവിൻ്റെ വധത്താൽ മാത്രം ദേവലോകത്തെ സന്തോഷിപ്പിക്കുന്ന ഈ നവനീയമായ അശ്വമേധയാഗം അങ്ങ് ചെയ്തപ്പോൾ ദേവന്മാരെല്ലാം കൂടുതൽ സന്തോഷത്തോടെ അങ്ങയെ കേശവൻ എന്ന നാമത്തിൽ സ്തുതിച്ചു. കേശിയെ വധിച്ചവൻ കേശവൻ. കംസായ തേ ശൗരിസുതസ്ത്വമുക്താ തം തോദ്വദോക്തം പ്രതിരുധ്യ വാചാ പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമഭിഷ്ടുതോ ഭൂ.
അങ്ങ് വസുദേവപുത്രനാണെന്ന് കംസനോട് പറയുകയും ക്രുദ്ധനായി വസുദേവനെ വധിക്കാനൊരുങ്ങിയ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്ത ശ്രീ നാരദ മഹർഷി കേശിയുടെ വധത്തിനു ശേഷം അങ്ങയുടെ അരികിലെത്തി സ്തുതിച്ചു. കഥാപി ഗോപൈ സഹ കാനനാന്തേ നിലായന ക്രീഡനലോലുപം ത്വാം മയാത്മജപ്രാപ ദുരന്തമായോ വ്യോമോഭിതോ വ്യോമചരോപരോധീ. ദേവജനങ്ങളെ സദാ ഉപദ്രവിക്കുന്നവനും അനന്തമായ മായാശക്തിയോടുകൂടിയവനുമായ പുത്രനുമായ വ്യോമനെന്ന പേരായ അസുരൻ ഗോപജനങ്ങളോടുകൂടി വനപ്രദേശത്ത് ലീലാവിലാസ തൽപരനായി വർത്തിച്ചിരുന്ന അങ്ങയെ ഒരിക്കൽ എതിരിട്ടു. സചോരപാലായിതവല്ലവേഷു ചോരായിതോ ഗോപശിശൂൻ പശൂംശ്ച ഗുഹാസു കൃത്വാപി ദദേശിലാഭീ ത്വയാ ച ബുദ്ധോ പരിമർദ്ദിതോഭൂത്. കള്ളന്മാരുടെയും അവരെ ഓടിപ്പിക്കുന്നവരുടെയും രൂപത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഗോപന്മാരുടെ കൂട്ടത്തിൽ അവൻ കള്ളനായി ചേരുകയും ഗോപാലകരെയും ഗോക്കളെയും ഗുഹകളിലേക്ക് പിടിച്ചുകൊണ്ടുപോയി കല്ലുകളാൽ ഗുഹാദ്വാരം മൂടുകയും ചെയ്തു. ഇതറിഞ്ഞങ്ങ് അവനെ നിഗ്രഹിച്ചു. ഏവം വിദൈശ്ചാത്ഭുതകേളിഭേദൈ ആനന്ദമൂർച്ഛാമതുലാംരജസ്യ പദേ പദേ നൂതനയന്ന സീമാം പരാത്മരൂപിൻ പവനേശപായ. പരാത്മസ്വരൂപനായ ഗുരുവായൂരപ്പ, ഇപ്രകാരം അത്ഭുതകരങ്ങളായ ലീലാവിനോദങ്ങളാൽ ഗോകുലത്തിൽ അനുനിമിഷം അളവറ്റതും നവനീയവുമായ ആനന്ദാധിക്യമുണ്ടാക്കിയ അങ്ങ് എന്നെ രോഗപീഠകളിൽ നിന്നും രക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.